വലിയവനായ ദൈവമേ, അങ്ങയുടെ നാമം സർവ്വഭൂമിയിൽ നിറയുമാറാകട്ടെ. പ്രിയ വായനാ സുഹൃത്ത്, യേശു കർത്താവിൻ്റെ തൻ്റെ നാമത്തിൽ ഈ പുതിയ സെഷനിലേക്ക് താങ്കൾക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 20, ഒന്നാമത്തെ വായനാഭാഗം ആവർത്തന പുസ്തകം 3-ാം അധ്യായം. തൊട്ടു മുമ്പുള്ള അധ്യായങ്ങൾ ഓർമ്മപ്പെടുത്തിയതുപോലെ തന്നെ നിങ്ങൾ അമോര്യ രാജാവായ സീഹോനോട് ചെയ്തത് അതിനെ ഓർമ്മിപ്പിക്കുകയാണ്. അത് ബാശാനിലെ രാജാവായ ഓഗിനോടും ഒക്കെ അവർ യുദ്ധത്തിന് പുറപ്പെടുക, അതോ അവരോട് വളരെ ശക്തിയോടെ യുദ്ധം ചെയ്യുകയും അവരെ ജയിക്കുകയും ചെയ്തു. അതുപോലെ ഹെശ്ബോൻ പാളത്തിന് അമോര്യ രാജാവ് സീഹോനോട് ചെയ്തതുപോലെ നീ അവരോടും ചെയ്യുമെന്ന് കൽപ്പിച്ചു. അങ്ങനെ ബാശാൻ രാജാവിനെ നിങ്ങൾ ഓടിച്ചു. സകലത്തിനെയും എല്ലാം പിടിക്കപ്പെട്ടു. അതുപോലെ തന്നെ അവരുടെ മൃഗങ്ങളെയും എല്ലാം സമ്പത്തെല്ലാം കൊണ്ടുവന്നു. ഇതൊക്കെയും ഇവരെ വീണ്ടും ഓർമ്മപ്പെടുത്താണ്. അത് ചെയ്തത് മനശ്ശെയുടെ മകനായ യായിർ ആണ് ഈ ഒരു പ്രവൃത്തി നേതൃത്വം ചെയ്യുന്നത്. അതുകൊണ്ട് ആ ബാശാൻ എന്ന് പറയുന്നത് മിസ്രൈമിൽ ഒരു ബാശാനുണ്ട്, വളരെ ഫലഭൂയിഷ്ടമായ പ്രദേശം. അവിടെയാണ് ഇസ്രായേൽ മക്കൾക്ക് ആദ്യം കൊടുക്കുന്നത്, ദേശം കൊടുക്കുന്നത്. ആ 70 പേര് ആദ്യം വരുമ്പോൾ ആ ബാശാനല്ലിത്. ഇത് ഈ പ്രദേശത്തെ ബാശാനാണ്. ഈ ബാശാനെ ഈ യായിറിൻ്റെ പേരിൻ്റെ ഓർമ്മപ്രകാരം അതിനെ ഹവോത്ത് യായിർ എന്ന് പേരിട്ടതിനെക്കുറിച്ചും ഓർമ്മിപ്പിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും 18-ാമത്തെ വാക്യത്തിൽ അക്കാലത്ത് ഞാൻ നിങ്ങളോട് ആജ്ഞാപിച്ചു എന്ന് പറഞ്ഞിട്ട് അന്നത്തെ കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, നിങ്ങൾ ഈ യോർദാൻ ഇക്കരെ കൊടുത്ത മനശ്ശെയുടെ ആദ്യഗോത്രത്തിൽ മനശ്ശെയ്ക്കും ആദ്യം അത് രൂബേനും ഗാദിനും പിന്നെ മനശ്ശെയ്ക്കും കൊടുത്ത ഈ യോർദാന് കിഴക്കുള്ള ദേശത്ത് നിങ്ങളുടെ അവിടെ ബാക്കിയുള്ള ഗോത്രങ്ങൾക്ക് യോർദാൻ അക്കരെ കനാൻ ദേശത്ത് പോകണമല്ലോ. അപ്പോൾ അവിടെ നിങ്ങളുടെ സ്ത്രീകളും കുട്ടികളും ഒക്കെ ഇവിടെ പാർക്കുകയും നിങ്ങൾ ഇവിടെ ഈ രൂബേന്യരും ഗാദ്യരും ആയിട്ടുള്ളവർ ആദ്യം മുമ്പേ പുറപ്പെട്ട് യുദ്ധസന്നദ്ധരായി പോകണം. അപ്പോൾ ഇവർ സ്ത്രീകളും കുഞ്ഞുങ്ങളും ആടുമാടുകളും ഒക്കെ അവിടെ തന്നെ തങ്ങിയാൽ മതി, യോർദാൻ കടക്കണ്ട, ഇപ്പുറത്ത് തന്നെ നിന്നാൽ മതി എന്നുള്ള കാര്യവും അന്ന് പറഞ്ഞ കാര്യം. അങ്ങനെ നിങ്ങൾ അവരെ ഭയപ്പെടരുത്, നിങ്ങളുടെ ദൈവമായ യഹോവയല്ലോ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത്. അത് യോശുവയാണ് ഇതൊക്കെ ഓർമ്മിപ്പിക്കുന്നത്. യോശുവ അവസാനം അത് ഓർമ്മിപ്പിക്കുകയാണ്. കാലത്ത് ഞാൻ യോശുവയോട് ആജ്ഞാപിച്ച് നിങ്ങളുടെ ദൈവമായ യഹോവ ആ 2 രാജാക്കന്മാരോടും, ആരോടാണ്? ബാശാൻ രാജാവിനോടും അതുപോലെ അമോര്യ രാജാവിനോടും ചെയ്തതുപോലെ ദൈവം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങളവരെ ഭയപ്പെടരുത്, കാരണം ദൈവമാണ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത്. അത് കഴിഞ്ഞ് എൻ്റെ 23-ാമത്തെ പാരഗ്രാഫിൽ അക്കാലത്ത് ഞാൻ യഹോവയോട് അപേക്ഷിച്ചു എന്നും പറഞ്ഞ് അക്കാലത്ത് സംഭവിച്ചൊരു കാര്യത്തെക്കുറിച്ചും പറയുന്നുണ്ട്. കർത്താവായ യഹോവേ, നിൻ്റെ മഹത്വവും നിൻ്റെ ഭുജവീര്യവും അടിയനെ കാണിച്ചു തുടങ്ങിയല്ലോ. നിൻ്റെ ക്രിയകൾ പോലെയും നിൻ്റെ വീര്യപ്രവൃത്തികൾ പോലെയും ചെയ്യുവാൻ കഴിയും ദൈവം സ്വർഗത്തിലാകട്ടെ ഭൂമിയിലാകട്ടെ ആരുള്ളൂ. ഞാൻ കടന്നു ചെന്ന് യോർദാൻ അക്കരെയുള്ള നല്ല ദേശവും മനോഹര പർവ്വതവും ലെബനോനും ഒന്ന് കണ്ടുകൊള്ളട്ടെ എന്ന് പറഞ്ഞു. എന്നാൽ യഹോവ നിങ്ങളുടെ നിമിത്തം എന്നോട് കോപിച്ചിരുന്നു, എൻ്റെ അപേക്ഷ കേട്ടതുമില്ല. യഹോവ എന്നോട് മതി, ഈ കാര്യത്തെക്കുറിച്ച് ഇനി എന്നോട് സംസാരിക്കരുത്. അതായത് മോശയ്ക്ക് അപ്പുറത്ത് കനാൻ ദേശത്ത് ഈ യോർദാൻ അക്കരെ പോയി ആ ദേശമൊക്കെ കണ്ടുകൊള്ളട്ടെ എന്ന് പറഞ്ഞതിനാണ് ദൈവം പറയുന്നത്, ഇനി അതിനെക്കുറിച്ച് എന്നോട് ചോദിക്കരുത്, കാരണം നിങ്ങൾ നിമിത്തം എന്നോട് ദൈവം കോപിച്ചിരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. സംസാരിക്കരുത്. പിസ്ഗയുടെ മുകളിൽ കയറി തലപൊക്കി പടിഞ്ഞാറോട്ടും വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും കാണുക. നീ അപ്പുറത്ത് പോയി കാണണ്ട, പിസ്ഗ കൊടുപ്പിടിയുടെ മുകളിൽ കയറി എന്നിട്ട് മലമുകളിൽ കയറി എന്നിട്ട് നിനക്ക് ഈ ദേശം നന്നായിട്ട് കാണാൻ കഴിയും. അവിടെ നിന്ന് നീ അത് കാണുക, അത്രയേ ഉള്ളൂ. ഈ യോർദാൻ നീ കടക്കില്ല. യോർദാൻ കടന്ന് നീ അക്കരെ പോകുന്ന വിഷയമേ ഉദിക്കുന്നില്ല. യോശുവയോട് കൽപ്പിച്ച് അവനെ ധൈര്യപ്പെടുത്തി ഉറപ്പിക്കുക. അവൻ നായകനായി ഈ ജനത്തെ അക്കരെ കടത്തും. നീ കാണുന്ന ദേശം അവൻ അവർക്ക് അവകാശമായി പങ്കിട്ട് കൊടുക്കും. ഇങ്ങനെയാണ് ഈ കാര്യം. ഇതും മുമ്പ് പറഞ്ഞ കാര്യത്തെ ഓർമ്മിപ്പിക്കുകയാണ്. ഇതിപ്പം നടക്കുന്നതല്ല, മുമ്പ് പറഞ്ഞൊരു കാര്യത്തെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ദൈവം എനിക്ക് നിങ്ങൾ നിമിത്തം, ഈ ജനം നിമിത്തം ദൈവം എനിക്കുള്ള കനാൻ പ്രവേശനം ദൈവം വിലക്കി എന്നുള്ളതാണ്. അങ്ങനെ 120 വയസ്സുള്ളവരായിട്ടാണ് മോശ, പിന്നെ ആയുസ് അവിടെ തീരുകയാണ്, അവിടെ വെച്ച് മരിക്കുകയാണ്. അതിനെക്കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടില്ല, അത് അടുത്ത അധ്യായങ്ങളിൽ അതിനെ സംബന്ധിച്ച് കാണും. സദൃശവാക്യങ്ങൾ 30-ാം അധ്യായമാണ് ഇന്നത്തെ 2-ാമത്തെ വായനാഭാഗം.
അത് എഴുതിയിരിക്കുന്നത് ശലോമോനല്ല, മറിച്ച് യാക്കയുടെ മകനായ ആഗൂർ എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അത് ഈ ഒരു കാര്യം, യാക്കയുടെ മകനായ യാഗൂർ എന്ന പേരിന് ഇവിടെ മാത്രമേ ബൈബിളിൽ കാണാനുള്ളൂ. അപ്പോൾ ആഗൂർ എന്ന വാക്കിൻ്റെ അർത്ഥം സമാഹർത്താവ് എന്നാണ്, അതായത് സമാഹരിക്കുന്നവൻ എന്നാണ് ആഗൂരിൻ്റെ അർത്ഥം. അപ്പം അങ്ങനെ ആഗൂർ സമാഹരിച്ചതോ ആഗൂർ എഴുതിയതോ ആയ അരുളപ്പാടുകളോ വചനങ്ങളാണ് ഇവിടെ. എന്നിട്ട് തുടങ്ങുന്നത് ഒരു അരുളപ്പാട്, ആ പുരുഷൻ്റെ വാക്യമാകിയത്, ദൈവമേ ഞാൻ അധ്വാനിച്ചു, ദൈവമേ ഞാൻ അധ്വാനിച്ചു ക്ഷയിച്ചിരിക്കുന്നു, ഞാൻ സകല മനുഷ്യരിലും മൃഗപ്രായനത്ര മനുഷ്യബുദ്ധി എനിക്കില്ല എന്നൊക്കെ പറഞ്ഞാണ് തുടങ്ങുന്നത്. അതിൽ എന്നിട്ട് സ്വർഗത്തിൽ കയറുകയും ഇറങ്ങി വരികയും ചെയ്തവനാർ, കാറ്റിനെ തൻ്റെ മുഷ്ടിയിൽ പിടിച്ചടക്കിയവനാർ, വെള്ളങ്ങളെ വസ്ത്രത്തിൽ കെട്ടിയവനാർ, ഭൂമിയുടെ അറുതികളൊക്കെയും നിയമിച്ചവനാർ, അവൻ്റെ പേരെന്ത്, അവൻ്റെ മകൻ്റെ പേരെന്ത് നിനക്കറിയാമോ? ഇതാണ് ആദ്യത്തെ ഒരു ഭാഗം. പിന്നെ രണ്ടാമത്തേക്ക് വരുമ്പം, ദൈവത്തിൻ്റെ സകല വചനവും ശുദ്ധി ചെയ്തതാകുന്നു, തന്നിൽ ആശ്രയിക്കുന്നവർക്ക് അവൻ പരിച തന്നെ. ദൈവമാണ് പരിച. ദൈവത്തെ നമ്മൾ പരിചയമായിട്ടെടുത്ത് ഉപയോഗിക്കുമോ? പക്ഷേ ദൈവം തരുന്ന ഒരു സൗജന്യമാണ് ഞാൻ നിനക്ക് പരിചയമായിട്ടിരിക്കാമെന്നുള്ളത്. ദൈവമാണ് നമുക്ക് പരിചയമായിട്ടിരിക്കുന്നത് ദൈവമക്കൾക്ക്. അവൻ്റെ വചനങ്ങളോട് നീ ഒന്നും കൂട്ടരുത്, അവൻ നിന്നെ വിസ്തരിച്ചിട്ട് നീ കള്ളനാകുവാൻ ഇടവരരുത്. അതാണ് അതിനെ സംബന്ധിച്ചുള്ളത്. വ്യാജവും ഭോഷ്കും എന്നോട് അകറ്റണമേ, അതൊരു പ്രാർത്ഥനയാണ്. വ്യാജവും ഭോഷ്കും എന്നോട് അകറ്റണമേ, ദാരിദ്ര്യവും സമ്പത്തും എനിക്ക് തരുതാതെ നിത്യവൃത്തി തന്ന് എന്നെ പോഷിപ്പിക്കണമേ. ഇത് തന്നെയാണ് യേശുക്രിസ്തു ശിഷ്യന്മാരെ പഠിപ്പിക്കുന്ന പ്രാർത്ഥന. അന്നുള്ള ആഹാരം എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. അത് കിട്ടുമെന്നൊരു ഉറപ്പുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എല്ലാ കാര്യവും അന്നൊന്ന് നമ്മുടെ കാര്യങ്ങളെല്ലാം ഭംഗിയായി നടക്കും എന്നുറപ്പുണ്ടെങ്കിൽ അന്നൊന്ന് ഉപയോഗിക്കാനുള്ള വസ്ത്രം, കിടക്കാനുള്ള ഇടം, ആഹാരം, മറ്റു കാര്യങ്ങൾ, ചിലവുകൾ എല്ലാം നടന്നു പോകുമെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കൂട്ടി വയ്ക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതാണ് അവിടെ പറയുന്നത്. ദൈവം അത് ചെയ്യുകയാണെങ്കിൽ പിന്നെ നമുക്ക് എന്തിനെക്കുറിച്ച് വ്യാകുലപ്പെടുകയും ഭാരപ്പെടുകയും വേണ്ടല്ലോ. ദൈവം അതെല്ലാം നിത്യവൃത്തി തന്ന് പോഷിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് അവർ പ്രാർത്ഥിക്കുന്നത്, ദൈവം ക്രിസ്തു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്. ഞാൻ തൃപ്തനായി തീർന്നിട്ട് യഹോവ ആർ എന്ന് നിന്നെ നിഷേധിപ്പാനിടയരുത്. ദരിദ്രരായി തീർന്നിട്ട് മോഷ്ടിച്ചിട്ട് എൻ്റെ ദൈവത്തിൻ്റെ നാമത്തെ തീണ്ടിപ്പാനും സംഗതി വരരുത്. അപ്പോൾ രണ്ട് കാര്യമുണ്ട്. തൃപ്തനായി തീർന്ന് നല്ല നിറവ് ഇഷ്ടം പോലെയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ദൈവത്തെ മറക്കും. ആരാ ദൈവം, ഏത് ദൈവം എന്ന് ചോദിക്കാൻ ഇടവരരുതേ. ദരിദ്രനായി തീർന്ന് എന്ത് പറ്റും? ആഹാരത്തിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ മറ്റുള്ളവരെ പറ്റിക്കാനും മുട്ടിക്കാനും ഒക്കെ ചെയ്യേണ്ടി വരും. അങ്ങനെ ചെയ്തിട്ട് ദൈവമേ അങ്ങയുടെ നാമം ദുഷിക്കാൻ, തീണ്ടിക്കാൻ എനിക്ക് ഇടവരരുത്. അങ്ങനെയുള്ള രണ്ട് പ്രാർത്ഥനകളാണ് അവിടെ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അതാണ് അതിനകത്ത് പ്രധാനമായി ഞാൻ കണ്ട ഒന്ന് രണ്ട് വാക്യങ്ങൾ. ബാക്കി അവിടെ ഇതിൽ അപ്പനെ ശപിക്കുകയും അമ്മയെ അനുഗ്രഹിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു തലമുറ. ദാസനെക്കുറിച്ച് യജമാനോട് ഏഷണി പറയരുത്. ദാസനെക്കുറിച്ച് യജമാനോട് ഏഷണി പറയരുത്. അത് ഒരു ദാസനാണ് മറ്റൊരു ദാസനെക്കുറിച്ച് യജമാനോട് ഏഷണി പറയുന്നത്. അപ്പം അത് ഈ പല സ്ഥാപനങ്ങളിലും അതുണ്ട്. സ്ഥാപനങ്ങളിലൊക്കെ നടക്കുന്ന കാര്യം അതാണ്. തനിക്ക് ഒരു സ്ഥാനക്കയറ്റം കിട്ടുവാൻ വേണ്ടി ബാക്കിയുള്ള ആളുകളെക്കുറിച്ച് മോശമായ കാര്യങ്ങൾ അതിൻ്റെ ടോപ്പ് ഒഫീഷ്യലിനോടോ അല്ലെങ്കിൽ ഓണറോടോ ഒക്കെ പറയുകയും തനിക്ക് വേണ്ടി നിൽക്കുന്നവൻ എന്നുള്ളത് കൊണ്ട് അവന് സ്ഥാനക്കയറ്റവും അവന് ചില നന്മകളും ഒക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്യും. ഇതൊക്കെ അങ്ങനെ ചെയ്യരുതെന്നാണ്. അപ്പം ഞാൻ നിൻ്റെ ദാസനെക്കുറിച്ച് യജമാനോട് ഏഷണി പറയരുത്, അവൻ നിന്നെ ശപിപ്പാനും നീ കുറ്റക്കാരനായി തീരുവാനും ഇടവരരുത്. അതാണ് അതിനകത്ത് പറയുന്ന കാര്യം. അപ്പോൾ അവിടെ കൊണ്ട് നമുക്ക് ഈ കാര്യങ്ങൾ ഇന്നത്തെ 30-ാം അധ്യായം സദൃശവാക്യങ്ങൾ അവസാനിപ്പിക്കാം. ഇനിയും വാക്യങ്ങളുണ്ട്, അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ചില കാര്യങ്ങൾ പറയാനുള്ളത്. അതായത് ഉറുമ്പിൽ നിന്നും കുഴിമയിൽ നിന്നും വെട്ടുക്കിളിയിൽ നിന്നും പല്ലിയിൽ നിന്നും സിംഹത്തിൽ നിന്നും നായിൽ നിന്നും കോലാട്ടുകൊറ്റലിൽ നിന്നും ഒക്കെ നമുക്ക് പഠിക്കേണ്ട ചില പാഠങ്ങളുമൊക്കെ താഴോട്ട് എഴുതിയിട്ടുണ്ട്. ഉറുമ്പിൽ നിന്നും പഠിക്കാനുണ്ട്, അതൊക്കെ കുഴിമയിൽ നിന്ന് പഠിക്കാനുണ്ട്, വെട്ടുകിളിയിൽ നിന്ന് പഠിക്കാനുണ്ട്, പല്ലിയിൽ നിന്ന് പഠിക്കാനുണ്ട്. അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള ദൈവത്തിൻ്റെ സൃഷ്ടികളൊക്കെ മഹത്തായ സൃഷ്ടികളാണ്. ആ സൃഷ്ടികളിൽ നിന്ന് മനുഷ്യന് പാഠങ്ങൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. അത് കണ്ടു പഠിക്കാം. അത് മുയലല്ലേ അല്ലെങ്കിൽ ഉറുമ്പല്ലേ പല്ലിയല്ലേ എന്നും പറഞ്ഞ് നമ്മൾ നിസ്സാരപ്പെടുത്തേണ്ട. അവ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത് അവയുടെ പ്രത്യേകതകൾ കണ്ട് നമുക്ക്
അതിനെ ഗ്രഹിക്കാനും നമുക്ക് പാഠമാക്കാനും മാതൃകയാക്കാനും. മൂന്നാമത്തെ വായനാഭാഗം യോഹന്നാൻ്റെ സുവിശേഷം 13-14 അധ്യായങ്ങൾ. യോഹന്നാൻ്റെ സുവിശേഷം 13-14 അധ്യായങ്ങൾ. പെസഹ പെരുന്നാളിന് മുമ്പ് താൻ ലോകം വിട്ടു പോകേണ്ടി വരും എന്നറിഞ്ഞിട്ട് അത് ഒരു വേർപാടിൻ്റെ സമയത്ത് ഉണ്ടാകുന്ന എല്ലാവർക്കും ഉണ്ടാകുന്നതാണ്. അവിടെ എഴുതിയിരിക്കുന്ന യേശുക്രിസ്തു തനിക്കുള്ളവരെ അധികമായി സ്നേഹിച്ചു എന്നാണ്. ഇപ്പം പിരിഞ്ഞു പോകുന്നതിന് മുമ്പുള്ള ഒരു സ്നേഹമുണ്ടല്ലോ, അത് നമ്മൾ പൗലോസ് അപ്പോസ്തലൻ്റെ കാര്യത്തിൽ നമ്മൾ പൗലോസ് അപ്പോസ്തലൻ യെരുശലേമിലേക്ക് പോവുകയാണ്. അവിടെ വെച്ച് കൊല ചെയ്യപ്പെടും അല്ലെങ്കിൽ പിടിക്കപ്പെടും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പിരിയുന്നതിനെ സംബന്ധിച്ച് അവരെല്ലാവരും കെട്ടിപ്പിടിച്ച് ഭയങ്കരമായി കരഞ്ഞു. അപ്പോൾ ആ സ്നേഹം ഏറ്റവും പ്രകടിപ്പിക്കപ്പെടുന്നൊരു അവസരമായിരുന്നു വേർപിരിയലിൻ്റെ ആ സമയമെന്ന് പറയുന്നത്. ഇനി എൻ്റെ മുഖം കാണുകയില്ല എന്നാണ് അവരോട് പറയുന്നത്. അതുപോലെ ഇവിടെ യേശുക്രിസ്തു താൻ സ്നേഹിച്ചവരെ വീണ്ടും അധികമായി സ്നേഹിച്ചു. എന്നിട്ട് യേശുക്രിസ്തു ശിഷ്യന്മാരുമായിട്ട് ഇരുന്നിട്ട് ഒരു അരയിലൊരു തുണി ചുറ്റി അവരുടെ കാല് കഴുകി തുടയ്ക്കാൻ പോയി. അപ്പോൾ അതങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം കർത്താവേ, നീ എൻ്റെ കാല് കഴുകുന്നുവോ എന്ന് ചോദിക്കുകയാണ് പത്രോസ്. അപ്പോൾ പത്രോസ് പറഞ്ഞു, ഞാൻ ചെയ്യുന്നത് നീ ഇപ്പോൾ അറിയുന്നില്ല, പിന്നെ അറിയുമെന്ന് ഉത്തരം പറഞ്ഞു. പത്രോസ് പറഞ്ഞു, അയ്യോ, എൻ്റെ കാല് നീ ഒരു ആളും കഴിയുകയില്ല. അപ്പോൾ യേശുവിൻ്റെ മറുപടി, ഞാൻ നിന്നെ കഴിയില്ലെങ്കിൽ നിനക്ക് എന്നോട് കൂടെ പങ്കില്ല. എന്നാലൊരു കാര്യം ചെയ്യണം, എൻ്റെ തലയും കൂടെ കഴുകണം, മുഴുവനായി കഴുകണം എന്ന് പറയുന്നു. യേശു പറഞ്ഞു, കുളിക്കുന്നവന് കാലല്ലാതെ കഴുകേണ്ട ആവശ്യമില്ല, അവൻ മുഴുവനും ശുദ്ധിയുള്ളവൻ, നിങ്ങൾ ശുദ്ധിയുള്ളവരാകുന്നു എന്നും പറഞ്ഞു. അപ്പോൾ എല്ലാവരും അല്ലതാനും എന്ന് പറയുന്നുണ്ട്. അത് ഇസ്കരിയോത്ത യൂദായെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ കാലൊക്കെ കഴുകിയിട്ട് വീണ്ടും വസ്ത്രമൊക്കെ ധരിച്ച് അവരോടുകൂടെ ഇരുന്നു. അപ്പോൾ എന്നിട്ട് യേശു പറഞ്ഞു, കർത്താവും ഗുരുവുമായി ഞാൻ നിങ്ങളുടെ കാല് കഴുകിയെങ്കിൽ നിങ്ങളും തമ്മിൽ കാല് കഴുകേണ്ടതാവുന്നു. ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടത്. ഞാൻ നിങ്ങൾക്കൊരു ദൃഷ്ടാന്തം തന്നതാണ്, നിങ്ങൾക്കൊരു ഉദാഹരണം തന്നു. ഞാനിത് കഴുകിയെങ്കിൽ നിങ്ങൾക്കിത് അധികമായി ചെയ്യേണ്ടതാണെന്നുള്ളതാണ്. ദാസൻ യജമാനേക്കാളും വലിയവനല്ല, ദൂതൻ തന്നെ അയച്ചവനേക്കാൾ വലിയവനുമല്ല. ഇത് നിങ്ങൾ അറിയുന്നുണ്ട്. പക്ഷേ അറിഞ്ഞാൽ മാത്രം പോരാ, അത് ചെയ്യുകയും വേണം. ചെയ്താൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാകും എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അവിടെ ഒരു സങ്കീർത്തനങ്ങൾ 41 അധ്യായത്തിലെ ഒരു പ്രവചനം അവിടെ എടുത്തു പറയുന്നുണ്ട്. എൻ്റെ അപ്പം തിന്നുന്നവൻ എൻ്റെ നേരെ കുതികാൽ ഉയർത്തിയിരിക്കുന്നു എന്നുള്ള തിരുവെഴുത്തിന് നിവർത്തി വരേണ്ടതാകുന്നു. ഇത് സംഭവിക്കുമ്പോൾ ഞാൻ തന്നെ മശിഹ എന്ന് നിങ്ങൾ വിശ്വസിക്കും. അതുകൊണ്ട് അത് സംഭവിക്കുന്നതിന് മുമ്പേ ഞാനിപ്പോൾ നിങ്ങളോട് അത് പറയുകയാണ്, സംഭവിക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച്. എന്നിട്ട് അത് കഴിഞ്ഞ് അവർ ലോകമെല്ലാം അറിയുന്ന ആ പ്രസിദ്ധമായ അവരുടെ അവസാനത്തെ അത്താഴം എന്ന് വിളിക്കുന്ന ആ സംഗതിയിലേക്ക് അവർ കടക്കുകയാണ്. അവിടെ വെച്ച് ക്രിസ്തു പറയുന്നുണ്ട്, നിങ്ങളിൽ ഒരുത്തൻ എന്നെ കാണിച്ചു കൊടുക്കും. ആരെന്നൊക്കെ അവർക്ക് തമ്മിൽ സംശയമുണ്ട്. എന്നിട്ട് ക്രിസ്തു പറഞ്ഞു, ഞാൻ കണ്ടം മുക്കി കൊടുക്കുന്നവൻ തന്നെ എന്ന് പറഞ്ഞു. എന്നിട്ട് കണ്ടം മുക്കി ഇസ്കരിയോത്ത യൂദായ്ക്ക് കൊടുത്തു. കണ്ടം വാങ്ങിയപ്പോഴത്തേക്ക് അവൻ്റെ സ്വഭാവമൊക്കെ വ്യത്യാസമായി. യേശു എന്നിട്ട് പറയുകയാണ്, നീ ചെയ്യുന്നത് വേഗത്തിൽ ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പോൾ ചെയ്യാനിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് യേശുക്രിസ്തു നന്നായിട്ട് അറിയാം. എന്നിട്ട് ബാക്കിയുള്ളവരാരും അറിഞ്ഞില്ല. അപ്പോൾ അവർ വിചാരിച്ചു പണസഞ്ചി യൂദയുടെ പക്കലല്ലേ, പെരുന്നാളിന് എന്തെങ്കിലും മേടിക്കാൻ ഉള്ള കാര്യത്തെക്കുറിച്ച് പറഞ്ഞതാണ് എന്ന് വിചാരിച്ചു. നീ ചെയ്യേണ്ടത് വേഗം പോയി ചെയ്യാൻ പറഞ്ഞു. അത് ക്രിസ്തു പറഞ്ഞത് അവൻ ഒറ്റുകൊടുക്കാൻ പോകുന്ന ആ കാര്യത്തെ സംബന്ധിച്ചാണ്. എന്നിട്ട് അവിടെ നിന്ന് അയാൾ പോവുകയും ചെയ്തു. എന്നിട്ട് ക്രിസ്തു അവിടെ പറയുന്നതാണ്, ഇസ്കരിയോത്ത യൂദാ പോയതിനു ശേഷം, ഇപ്പോൾ മനുഷ്യപുത്രൻ മഹത്വപ്പെട്ടിരിക്കുന്നു, ദൈവം അവനിൽ മഹത്വപ്പെട്ടിരിക്കുന്നു. ദൈവം അവനിൽ മഹത്വപ്പെട്ടിരിക്കുന്നു എങ്കിൽ ദൈവം അവനെ തന്നിൽ തന്നെ മഹത്വപ്പെടുത്തും, ക്ഷണത്തിൽ അവനെ മഹത്വപ്പെടുത്തും. കുഞ്ഞുങ്ങളെ, ഞാൻ ഇനി കുറഞ്ഞവന്ന് മാത്രം നിങ്ങളോട് കൂടെ ഇരിക്കും. നിങ്ങൾ എന്നെ അന്വേഷിക്കും, ഞാൻ പോകുന്നിടത്തേക്ക് നിങ്ങൾക്ക് വരുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ തമ്മിൽ ഇതെന്താണെന്നൊക്കെ അവർക്ക് ഡൗട്ടുണ്ട്. എന്താ ഈ ക്രിസ്തു പറയുന്നതിനെ കുറിച്ച് അറിയില്ല. നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണമെന്ന് ഒരു പുതിയ കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം. ആ സ്നേഹം എന്തെന്ന് ഇനി കാണാൻ പോകുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ എന്ന് എല്ലാവരും അറിയും. അപ്പോൾ നിങ്ങൾ തമ്മിൽ സ്നേഹിച്ചാൽ മാത്രമേ ഞാനുമായിട്ടുള്ള സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തുകയുള്ളൂ. എന്നാൽ മാത്രമേ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യന്മാരാകുള്ളൂ. അങ്ങനെ ലോകം അറിയണമെങ്കിൽ നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം.
പത്രോസ് ചോദിക്കുന്നുണ്ട്, നീ പോകുന്നിടത്ത് ഞങ്ങൾക്ക് വരാൻ കഴിയില്ല, അനുഗമിക്കാൻ കഴിയില്ല എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടെന്ന് പത്രോസ് ചോദിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ജീവനെ നിനക്ക് വേണ്ടി വെച്ച് കളയും, എന്നെ അനുഗമിക്കാൻ അനുവദിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. ജീവനെ വെച്ച് കളയാന്ന് പറയുമ്പം യേശു ക്രിസ്തു പറയുന്നുണ്ട്, നീ ഇന്ന് രാത്രി 3 പ്രാവശ്യം എന്നെ തള്ളിപ്പറയും, കോഴി കൂകിത്തീരുന്നതിന് മുമ്പ്. അതായത് അത് മാർക്കോസ് സുവിശേഷത്തിലാണെന്ന് അവിടെ പറയുന്നത്, നീ 2 പ്രാവശ്യം കോഴി കൂകുന്നതിന് മുമ്പേ 3 പ്രാവശ്യം നീ എന്നെ തള്ളിപ്പറയും എന്നാണ് പറയുന്നത്. അത്ര ഉറപ്പായിട്ടുള്ള കാര്യമാണിത്, ഇത് സംഭവിക്കുമെന്നാണ്. അപ്പോഴും നോ 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 ഒരിക്കലും അത് സംഭവിക്കില്ല എന്നുള്ള ഭാവത്തിലാണ് പത്രോസ് ഇരിക്കുന്നത്. 14-ാം അധ്യായത്തിൽ അതിൻ്റെ തുടർച്ച തന്നെയാണ്. 14-ാം അധ്യായത്തിൽ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോവുകയാണ്. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. അപ്പോൾ ഞാൻ ഇരിക്കുന്ന ഇടത്ത് എന്നൊരു വാക്ക് അവിടെ ഉണ്ട്, ഞാൻ ഇരിക്കുന്ന ഇടത്ത് എന്നുള്ളത്. ക്രിസ്തു എവിടെയാണ് ഇരിക്കുന്നത് എന്നുള്ളത് അത് അബ്രഹാമിന് നൽകിയ വാഗ്ദത്തവുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. നീ കാണുന്ന ഭൂമിയൊക്കെയും നിനക്ക് നിൻ്റെ സന്തതിക്കും, ആ സന്തതിയാണ് ഈ യേശുക്രിസ്തു, നീ കാണുന്ന ഭൂമിയൊക്കെയും നിനക്ക് നിൻ്റെ സന്തതിക്കും ശാശ്വതമായി തരും എന്നുള്ളതാണ് ആ വാഗ്ദത്തം. നീ കാണുന്ന ഭൂമിയൊക്കെ, അതായത് അബ്രഹാം കാണുന്ന ഭൂമിയൊക്കെ, അബ്രഹാമെ ഈ ഭൂമി മുഴുവൻ നിനക്കും നിൻ്റെ സന്തതിക്കും ശാശ്വതമായി തരും. അത് അബ്രഹാമിൻ്റെ സന്തതി യേശുക്രിസ്തുവിനും ഭൂമി ശാശ്വതമായി കൊടുക്കും. അവിടെയാണ് ഞാൻ ഇരിക്കുന്ന ഇടം എന്ന് പറയും, ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് എന്ന് പറയുന്നത്. എന്നിട്ട് അതിൻ്റെ പിന്നെ മുന്നോട്ട് വായിക്കുമ്പോൾ, ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാകുന്നു എന്ന് നീ വിശ്വസിക്കുന്നില്ലയോ എന്ന് ഫിലിപ്പോസിനോട് ചോദിക്കുകയാണ്. ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ട് പറയുന്നതല്ല, പിതാവിനിൽ വസിച്ചുകൊണ്ട് തൻ്റെ പ്രവൃത്തി ചെയ്യുന്നു, പിതാവിനിൽ വസിച്ചിട്ട് പറയുന്നതൊക്കെ ഞാൻ പറയുന്നു. അല്ലെങ്കിൽ എന്നിൽ വിശ്വസിപ്പിൻ, അല്ലെങ്കിൽ എൻ്റെ പ്രവൃത്തി നിമിത്തം എന്നെ വിശ്വസിക്കൂ. എൻ്റെ പ്രവൃത്തികൾ ഞാൻ എന്തെല്ലാം ചെയ്തു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി വേറൊരുത്തനും ചെയ്തിട്ടില്ല. അപ്പോൾ അത്ഭുതകരമായ ഈ പ്രവൃത്തികൾ ദൈവം എന്നോടുകൂടി വസിച്ച്, ദൈവം എന്നെ സഹായിച്ച്, ദൈവം ചെയ്ത പ്രവൃത്തികളാണ്. അങ്ങനെ എന്നിലൂടെ നടന്ന പ്രവൃത്തികൾ കൊണ്ടെങ്കിലും എന്നെ വിശ്വസിപ്പീൻ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പറയാം, നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്തപേക്ഷിച്ചാലും പിതാവ് പുത്രൻ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും എന്നും അവിടെ പറയുന്നുണ്ട്. പിതാവ് ചെയ്തു തരും, ഞാൻ ചെയ്തു തരും എന്നും അവിടെ പറയുന്നുണ്ട്. എന്നിട്ട് പറയാണ്, ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവ് എന്ന് മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടി ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. അപ്പോൾ ഇത് യേശുക്രിസ്തു പോയതിനു ശേഷം ആദ്യകാലങ്ങളിൽ നടക്കുന്ന ഈ ആത്മാവ് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയ പ്രവൃത്തിയാണ്. ആ പരിശുദ്ധാത്മാവ് വന്ന് ചില കാര്യങ്ങളെ ക്രമീകരിക്കാനും ചിലതൊക്കെ ചെയ്യുവാനും ഒക്കെ ചെയ്ത് നടന്ന കുറച്ചേറെ കാലം ഉണ്ടായിരുന്നു. ഇവിടെ പറയുന്നത് സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടി ഇരിക്കേണ്ടത് നിങ്ങൾക്ക് തരും. അപ്പം അവിടെ പരിശുദ്ധാത്മാവ് ചെയ്ത ഒരു കാര്യങ്ങളിൽ അവിടെ പ്രധാനമായി പറയുന്നുണ്ട്, അത് ശിഷ്യന്മാരിലൂടെ നടന്ന അത്ഭുതങ്ങളും അടയാളങ്ങളാലും വചനത്തെ ഉറപ്പിച്ചു പോന്നു. വചനത്തെ ഉറപ്പിക്കുന്ന പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. വചനത്തെ ഉറപ്പിച്ചു കൊണ്ടേയിരുന്നു. അങ്ങനെ വചനം ഉറച്ചു കഴിഞ്ഞു. പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട വചനം അത് ഉറച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മളോട് കൂടെയുള്ള കാര്യസ്ഥൻ, സത്യത്തിൻ്റെ ആത്മാവിനാൽ നമുക്ക് തന്ന കാര്യസ്ഥൻ, അല്ലെങ്കിൽ സത്യത്തിൻ്റെ ആത്മാവെന്ന കാര്യസ്ഥൻ, അത് നമ്മളോട് കൂടെ ഇരിക്കുന്ന നമ്മുടെ ഈ വചനമാണ്, ഈ ബൈബിളാണ്. ഈ ബൈബിളാണ് ഇന്ന് നമ്മളെ സത്യത്തിലേക്ക് നടത്തുന്ന ആ കാര്യസ്ഥൻ. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് നമുക്ക് നല്ല ബോധ്യം വേണം. ഇത് 1-ാം നൂറ്റാണ്ടിൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികൾ, അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ഒരുപാടുണ്ടായിട്ടുണ്ട്. അവിടെ അന്യഭാഷ, വ്യാഖ്യാനപരം, രോഗങ്ങളുടെ ശാന്തി, രോഗങ്ങളുടെ മേലുള്ള സൗഖ്യം, ഇങ്ങനെയുള്ള വരങ്ങളൊക്കെയും അന്നത്തെ വിശ്വാസികളായിരുന്ന മനുഷ്യർ കൊടുത്തിരുന്നു. എന്നാൽ പൂർണ്ണമായത് വന്നപ്പോൾ അംശമായത് നീങ്ങിപ്പോയി. പൂർണ്ണമായത് ഏതാണെന്ന് ചോദിച്ചാൽ പൂർണ്ണമായതാണ് ഈ പൂർണ്ണമായതും പൂർണ്ണമാക്കിയതുമായതാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ബൈബിൾ അല്ലെങ്കിൽ ഈ പുസ്തകം. ഇത് പൂർണ്ണമായപ്പോൾ ഇത് എന്തിനു വേണ്ടിയാണോ അന്യഭാഷയും അതുപോലെ തന്നെ രോഗസൗഖ്യവും ഒക്കെ വന്നത്, അത്ഭുതങ്ങളും അടയാളങ്ങളാലും വചനത്തെ ഉറപ്പിച്ചു പോകുന്ന പ്രോസസ്സിന് വേണ്ടിയാണ് അത് വന്നത്. അത് ഉറപ്പിച്ചു കഴിഞ്ഞപ്പോൾ അത് അല്പമായി നിന്നത് മാറുകയും പൂർണ്ണമായത് വചനം എന്ന പൂർണ്ണമായത്
വരികയും ചെയ്തു. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെയുള്ള കാര്യസ്ഥൻ എന്ന് പറയുന്നത് ഈ ബൈബിളാണെന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. വേറൊരു കാര്യസ്ഥൻ നമ്മുടെ മുമ്പിലില്ല. നമ്മുടെ മുമ്പിലുള്ളത് ദൈവത്തിൻ്റെ വചനം മാത്രമേ ഉള്ളൂ. നമ്മൾ ദൈവം എന്ന് നമ്മൾ ഇന്ന് കാണുന്നതും ഈ വചനമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നതും ഈ വചനമാണ് എന്നുള്ള കാര്യം നമ്മൾ ഗ്രഹിക്കേണ്ടതാണ്. ഓക്കെ, അത് കഴിഞ്ഞ് താഴോട്ട് ഞാൻ നിങ്ങളോട് വസിക്കുമ്പോൾ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. അതാണ് പറയുന്നത്. എങ്കിലും പിതാവ് എൻ്റെ നാമത്തിൽ അയപ്പാണ്ട് പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരും. അപ്പോൾ അതൊന്നുകൂടെ ക്ലിയർ ആയിട്ടുണ്ട് അതിൻ്റെ 26-ാമത്തെ വാക്യത്തിൽ. ഇന്ന് നമ്മളെ ഉപദേശിച്ചു തരുന്ന ക്രിസ്തുവിനെ സംബന്ധിച്ചാലും ദൈവത്തെ സംബന്ധിച്ചാലും ദൈവത്തിൻ്റെ പദ്ധതികളെ സംബന്ധിച്ചാലും നമ്മുടെ ജീവിതം എങ്ങനെ നടക്കണമെന്നുള്ളതിനെ സംബന്ധിച്ചാലും എല്ലാം നമുക്ക് ഉപദേശിച്ചു തരുന്ന കാര്യസ്ഥൻ, ആ കാര്യസ്ഥനാണ് ഈ ബൈബിൾ. പിതാവ് എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ, ആ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനാണ് നമുക്ക് ഇന്ന് ഈ സകലവും ഉപദേശിച്ചു തരുന്ന ഈ പുസ്തകത്തിൻ്റെ യഥാർത്ഥ രചയിതാവ്, അല്ലെങ്കിൽ യഥാർത്ഥ ശക്തി, അല്ലെങ്കിൽ യഥാർത്ഥ പ്രേരണ എന്ന് പറയുന്നത്. ആ പരിശുദ്ധാത്മാവാണ് ഇത് എഴുതാൻ ഈ പുതിയ നിയമത്തിലെ യോഹന്നാനെ ആയാലും മർക്കോസിനെ ആയാലും പൗലോസ് അപ്പോസ്തലനെ ആയാലും യൂദയെ ആയാലും പത്രോസിനെ ആയാലും ഒക്കെ പ്രാപ്തരാക്കിയത് ഈ പരിശുദ്ധാത്മാവാണ്. അത് എഴുതി കഴിഞ്ഞു, അത് തീർന്നു. അപ്പം എപ്പോഴും നമ്മളോടുകൂടി ഇരിക്കാനുള്ള പരിശുദ്ധാത്മാവിന് എൻ്റെ പിതാവ് എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. അത് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നവരാണ്. ഇന്ന് ഈ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നവരാണ് ഈ പുസ്തകം തന്നെയാണ്, ഈ പുസ്തകത്തിലെ വചനങ്ങളാണ്. നമ്മൾ മറന്നുപോകുന്ന കാര്യങ്ങളൊക്കെ ഓർമ്മപ്പെടുത്തരുന്നത് ഈ പുസ്തകമാണ്. അതുകൊണ്ട് ഈ പരിശുദ്ധാത്മാവ് എന്ന് നമുക്ക് ഇന്ന് നമ്മുടെ കൂടെയുള്ള പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ഈ പുസ്തകമാണെന്നുള്ള കാര്യം ഓർക്കണം, ശ്രദ്ധിക്കണം. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നയിച്ചു പോകുന്നു. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത്. ഞാൻ പോവുകയും നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരികയും ചെയ്യും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത് കേട്ടുവല്ലോ. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നതിനാൽ നിങ്ങൾ സന്തോഷിക്കുമായിരുന്നു. പിതാവ് എന്നേക്കാൾ വലിയവനല്ലോ. അപ്പോൾ പിതാവ് എന്നേക്കാൾ വലിയവനാണെന്ന് തന്നെ ക്രിസ്തു പറയുന്നു. പിതാവ് ഒരിക്കലും എന്നോട് തുല്യനാണെന്നോ ഞാൻ പിതാവാണെന്നോ ഞാൻ ദൈവമാണെന്നോ ഒന്നും യേശു ക്രിസ്തു പറയുന്നില്ല. ഞാൻ പിതാവിനേക്കാൾ ചെറിയവനാണ്. ഞാൻ പിതാവിൻ്റെ മകനല്ലേ, ഞാൻ ചെറിയവനാണ്. പിതാവാണ് എന്നേക്കാൾ വലിയവൻ എന്ന് ക്രിസ്തു പറയുന്ന പല വാക്യങ്ങളും നമുക്ക് ഈ പുസ്തകത്തിൽ കാണാം. അങ്ങനെ പറഞ്ഞിട്ട് പറയുകയാണ്, ശരി സമയമായി, നമുക്ക് പോകാം എന്ന് പറയുകയാണ്. അതാ ലോകത്തിൻ്റെ പ്രഭു വരുന്നു. അവൻ എന്നോടൊരു കാര്യവുമില്ല, എങ്കിലും സംഭവിക്കാനുള്ളതാണ്. ഞാൻ പിതാവിനെ സ്നേഹിക്കുന്നുവെന്നും പിതാവ് എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ ചെയ്യുന്നുവെന്നും ലോകം അറിയട്ടെ. വരുവിൻ, എഴുന്നേൽപ്പിൻ, നമുക്ക് പോകാം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പുറപ്പെട്ട് പോവുകയാണ്. താങ്ക് യു. 3 വായനാഭാഗങ്ങളിലൂടെ അവസാനിക്കുന്നു. നാളെ പുതിയ വായനാഭാഗമായിട്ട് വീണ്ടും നമുക്ക് കാണാം. കാലമൊക്കെയും ദൈവത്തിൻ്റെ ശക്തിയായ കരങ്ങളിൽ താങ്കളെയും എന്നെയും ഒക്കെ കാത്തു സൂക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നന്ദി.